നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂൺ 13-ന് അതിരാവിലെയാണ് ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് പോർ വിമാനങ്ങളും ഡ്രോണുകളും കൊണ്ട് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത്. ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ, റവല്യൂഷണറി ഗാർഡ് കോർ ആസ്ഥാനം, മിസൈൽ ശേഖരങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെ അതീവ കൃത്യതയോടെ നടത്തിയ ആക്രമണം ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് കയ്യിൽ വെച്ച് നടത്തിയതുപോലെയായിരുന്നു. ഇറാന്റെ നിരവധി ആണവ മിസൈൽ കേന്ദ്രങ്ങൾ തകർന്ന തരിപ്പണമായി. മൊസാദിന്റെ ആസൂത്രണമായിരുന്നു അതിന് പിന്നിൽ എന്നാണ് വിവരം. ഏതാനും ദിവസത്തെയോ മാസത്തെയോ ആലോചനകളിൽ നിന്നുണ്ടായതായിരുന്നില്ല അത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിത്തുപാകി വളർത്തിയെടുത്ത ആസൂത്രണത്തിന്റെ ഫലമായിരുന്നു അവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2018 ജനുവരി 31-ന് രാത്രി തെക്കൻ ടെഹ്റാനിൽ ഇറാൻ സർക്കാരിൻ്റെ ഒരു വെയർഹൗസിൽ മൊസാദ് ഏജന്റുമാർ നുഴഞ്ഞുകയറുന്നു. രഹസ്യരേഖകളടക്കം സൂക്ഷിച്ചിരുന്ന ആ കെട്ടിടത്തിന് കനത്ത സുരക്ഷയുണ്ടായിരുന്നു. അതീവ ജാഗ്രതാ മേഖലയിലെ ആ കെട്ടിടം 1 വർഷത്തോളം നിരീക്ഷിച്ച ശേഷമാണ് മൊസാദ് നുഴഞ്ഞുകയറ്റ പദ്ധതി ഉണ്ടാക്കിയത്. കാവൽക്കാരുടെ ദിനചര്യകളും ഷിഫ്റ്റ് ക്രമീകരണങ്ങളും കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം അലാം സംവിധാനത്തെപ്പറ്റി പഠിച്ചു. ഷിഫ്റ്റ് മാറ്റത്തിൻ്റെ സമയം കണക്കാക്കിയാണ് അലാം നിർവീര്യമാക്കി മൊസാദ് ഏജന്റുമാർ ഉള്ളിൽ കടന്നത്. അവിടെ 6 മണിക്കൂർ 29 മിനിറ്റ് ചെലവിട്ട അവർ എക്സ്റേ ടോർച്ചുകൾ ഉപയോഗിച്ച് 32 സേഫുകൾ പരിശോധിച്ചു. ബോംബുകളുടെ രൂപകൽപ്പനയും മറ്റ് വെടിക്കോപ്പുകൾ വികസിപ്പിക്കുന്നതിനും സംബന്ധിച്ചിട്ടുള്ള രേഖകളെല്ലാം ഉണ്ടായിരുന്ന സേഫുകൾ തുറന്ന് അവ മോഷ്ടിച്ചെടുത്തു. വളരെ കാലമായി ഇറാൻ പുറം ലോകത്തോട് നിഷേധിച്ചിരുന്ന ആണവ പദ്ധതികളുടെ രൂപരേഖകളും സാങ്കേതിക രേഖാചിത്രങ്ങളും ഫോട്ടോകളും മറ്റും അതിൽ ഉൾപ്പെട്ടിരുന്നു. 1999-നും 2003-നും ഇടയിലുള്ള അമാദ് പ്രോജക്റ്റിൻ്റെ ആണവായുധ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന പേപ്പർ റെക്കോർഡുകളും കമ്പ്യൂട്ടർ ഫയലുകളും ഉൾപ്പെടെ 1,00,000-ലധികം രേഖകൾ ഇവർ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അന്ന് മൊസാദ് കൈക്കലാക്കിയ വസ്തുക്കൾക്ക് 1/2 ടൺ, ഏകദേശം 500 കിലോ ഭാരമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പിറ്റേന്ന് രാവിലെയാണ് മോഷണ വിവരം ഇറാൻ സർക്കാർ അറിയുന്നത്. മോഷ്ടാക്കൾക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തി. പക്ഷേ ആരെയും കണ്ടുകിട്ടിയില്ല, ആരാണെന്നും അറിഞ്ഞില്ല. 3 മാസത്തിന് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തി. കറുത്ത ഫോൾഡറുകളും ഡിസ്കുകളും അടുക്കി വെച്ചതിന് അരികിൽ നിന്നുകൊണ്ട് ഇറാൻ ലോകത്തോട് കള്ളം പറയുകയാണെന്ന് നെതന്യാഹു ആരോപിച്ചു. പ്രോജക്റ്റ് അമാദ് എന്ന് പറയുന്നത് ആണവായുധ വികസനത്തിനുള്ള ഇറാന്റെ രഹസ്യ പദ്ധതിയുടെ കോഡ് നാമമാണ്. ഇതിൻ്റെ രേഖകളും മറ്റുമാണ് ഇവയെന്നാണ് ഇസ്രയേൽ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. അമാദ് പ്രോജക്റ്റ് എന്നത് 1989-ൽ ആരംഭിച്ച് 2003-ൽ നിർത്തിവെച്ച ഇറാനിയൻ ശാസ്ത്ര പദ്ധതിയാണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പറയുന്നത് പ്രകാരം ആണവായുധങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ ഇത് തുടർന്നു എന്നാണ് സംശയിക്കുന്നത്. നെതന്യാഹുവിൻ്റെ അഭിപ്രായത്തിൽ മിസൈലിൽ സംയോജിപ്പിക്കുന്നതിനായി 10 കിലോടൺ TNT ഉള്ള 5 വാർഹെഡുകൾ രൂപകൽപ്പന ചെയ്യുക, നിർമ്മിക്കുക, പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഇറാൻ തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തോട് കള്ളം പറഞ്ഞതായാണ് മൊസാദ് കൈക്കലാക്കിയ രേഖകൾ തെളിയിക്കുന്നത്. ഇതുതന്നെ നെതന്യാഹു ലോകത്തിനോട് പറയുകയും ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയിലെ ഡേവിഡ് ആൽബ്രൈറ്റിൻ്റെ അഭിപ്രായത്തിൽ ഇറാന്റെ ആയുധ പരിപാടി പടിഞ്ഞാറൻ രാജ്യങ്ങൾ മുമ്പ് വിശ്വസിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പുരോഗമിച്ചിട്ടുണ്ട് എന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വേഗത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് കഴിയുമെന്നും ആർക്കൈവ് സൂചിപ്പിച്ചു. എന്നാൽ ഇത് ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തത്. 2015-ൽ IAEAയ്ക്ക് കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അമാദ് പദ്ധതി എന്നൊന്ന് ഇല്ല എന്ന് ഇറാൻ അവകാശപ്പെട്ടു. 1980-കളുടെ അവസാനത്തിൽ ഇറാൻ ഒരു ആണവ സ്ഫോടനാത്മക ഉപകരണം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ആരംഭിച്ചതായി മൊസാദ് പറയുന്നു. ഭൗതികശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ വകുപ്പുകൾക്കുള്ളിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും 2000-ന്റെ തുടക്കത്തിൽ മൊഹ്സെൻ ഫക്രിസാദയുടെ നേതൃത്വത്തിൽ അമാദ് പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും ഈ വിവരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അഭിപ്രായത്തിൽ ആണവ പേലോഡുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും സംയോജിപ്പിക്കുന്നതിനും പ്രോജക്റ്റ് 110-ഉം 111-ഉം, സ്ഫോടക വസ്തു ഘടകങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രോജക്റ്റ് 3-ഉം യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിന് പ്രോജക്റ്റ് 4-ഉം
ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി പദ്ധതികൾ അമാദ് പ്രോഗ്രാം ശേഖരിച്ചിട്ടുണ്ട്. 2003 അവസാനത്തോടെ അമാദ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുവെന്നും പ്രവൃത്തി പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉപകരണങ്ങളും ജോലിസ്ഥലങ്ങളും വൃത്തിയാക്കുകയോ നീക്കം ചെയ്യുകയോ ഒക്കെ ചെയ്തുവെന്നും വ്യക്തമാക്കി. 2015 ഓഗസ്റ്റിൽ ഇറാൻ IAEAയ്ക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകി ഒരു ആണവ സ്ഫോടക വസ്തു വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഞങ്ങൾക്ക് നിലവിലില്ല എന്നും പ്രത്യേകിച്ച് അമാദ് പദ്ധതി നിലനിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രോജക്റ്റ് അമാദ് എന്ന പദ്ധതിയെ ഇറാൻ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും രാജ്യാന്തര നിരീക്ഷണ ഏജൻസികളും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അണുവായുധ നിർമ്മാണ മേഖലയിൽ ഇറാൻ കൂടുതൽ മുന്നേറിയെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു ഇത് അറിയിച്ചിരുന്നു. തുടർന്ന് 2015 ഇറാനുമായി ധാരണയായ ആണവ കരാറിൽ നിന്ന് ഔദ്യോഗികമായി US പിന്മാറുകയും ചെയ്തു. എന്നാൽ ആണവ പദ്ധതി സംബന്ധിച്ച് ഇസ്രയേൽ പുറത്തുവിട്ട രേഖകൾ വ്യാജമാണെന്നാണ് ഇറാന്റെ പ്രതികരണം. ആണവ ഇനീഷ്യേറ്ററുകളിൽ മാത്രം ഉപയോഗിക്കുന്ന യുറേനിയം ഡ്യൂട്ടറൈഡ് എന്ന പദാർത്ഥത്തെക്കുറിച്ചും ആണവ പരീക്ഷണങ്ങൾ നടത്താൻ നിർമ്മിച്ചതെന്ന് സംശയിക്കുന്ന പാർച്ചീൻ സൈനിക താവളത്തിലെ രഹസ്യ അറയെക്കുറിച്ചുമുള്ള വിവരങ്ങളും മൊസാദ് മോഷ്ടിച്ച അല്ലെങ്കിൽ മൊസാദ് കൈക്കലാക്കിയ രേഖകളിൽ ഉണ്ടായിരുന്നു. 2015 കരാറിന് ശേഷവും ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ടു പോയി എന്നും അത് രാജ്യാന്തര നിരീക്ഷകരിൽ നിന്ന് മറച്ചുവെച്ചു എന്നുമുള്ളതിൻ്റെ തെളിവുകൾ ആ രേഖകളിൽ ഉണ്ടെന്ന് ഇസ്രയേൽ പറഞ്ഞു. പിന്നീടുള്ള വർഷങ്ങളിൽ മോഹ്സെൻ ഫക്രിസാദെ, മസൂദ് അലി മുഹമ്മദി തുടങ്ങി ഇറാന്റെ പ്രധാന ആണവ ശാസ്ത്രജ്ഞരിൽ പലരും ആക്രമണങ്ങളിലോ ദുരൂഹ സ്ഫോടനങ്ങളിലോ കൊല്ലപ്പെട്ടു. ആ മരണങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും അവയുടെ പിന്നിൽ മൊസാദ് തന്നെയാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രയേലിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുകയും അവരുടെ നയതന്ത്രജ്ഞരെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. മധ്യപൂർവേഷ്യയിൽ തങ്ങൾ പിന്തുണ നൽകുന്ന സായുധ സംഘടനകളുടെ സഹായവും ഇറാൻ ഇതിനായി ഉപയോഗിക്കാൻ തുടങ്ങി. അതേസമയം ഇറാനിലെ നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു. വെള്ളിയാഴ്ച നടന്ന ആദ്യ ആക്രമണങ്ങളിൽ നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർന്നതിനും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതിനും ശേഷം ഇറാന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആണവായുധം നിർമ്മിക്കാൻ കഴിയും എന്നതിനാലാണ് ഇസ്രയേൽ നദാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് എന്ന് നെതന്യാഹു പറഞ്ഞു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമത്തിലെ ചുവപ്പുരേഖ മറികടന്നു എന്നും പ്രതികരണമായി ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുകയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഞായറാഴ്ച പറഞ്ഞിരുന്നു. ഇറാനിയൻ ആണവ പരിപാടി സമാധാനപരമാണെന്നും തൻ്റെ രാജ്യത്തിൻ്റെ സിദ്ധാന്തം ആണവായുധങ്ങളുടെ നിരോധനത്തിൽ വിശ്വസിക്കുന്നതിൽ വേരൂന്നിയതാണെന്നുമാണ് അരാക്ചി തറപ്പിച്ചു പറയുന്നത്. എന്നാൽ നദാൻസിനെതിരെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രയേൽ ഇറാന്റെ ആയുധവൽക്കരണ പരിപാടിയുടെ കേന്ദ്രബിന്ദു തകർത്തുവെന്നും അവർ കൊലപ്പെടുത്തിയ ആണവ ശാസ്ത്രജ്ഞർ ഇറാനിൽ ആണവ ബോംബ് നിർമ്മാണവുമായി പ്രവർത്തിക്കുന്നവരാണെന്നും നെതന്യാഹു വിളിച്ചു പറയുന്നു. ആണവ ബോംബിന് അനുയോജ്യമായ ആയുധ ഘടകങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളിൽ കണിശമായ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ സമീപ മാസങ്ങളിൽ ലഭിച്ചതായാണ് ഇസ്രയേൽ സൈന്യവും പറയുന്നത്. അതിൽ യുറേനിയം ലോഹക്കോർ, ആണവ സ്ഫോടനം ആരംഭിക്കുന്നതിനുള്ള ന്യൂട്രോൺ ഉറവിട ഇനീഷ്യേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ മാർച്ചിൽ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് കോൺഗ്രസിനോട് പറഞ്ഞത് ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ശേഖരം ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്നാണ്. ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്തിന് ഇത്ര കൂടിയ അളവിൽ യുറേനിയം ശേഖരത്തിൻ്റെ ആവശ്യമില്ല എന്നും എന്നാൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി 2003 അദ്ദേഹം നിർത്തിവെച്ചു എന്ന് പറയുന്ന ആണവായുധ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടില്ല എന്നുമാണ് ഇറാൻ US-നോട് അവകാശപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണെങ്കിലും ഇസ്രയേലിന് ആണവായുധങ്ങൾ ഉണ്ട് എന്നു തന്നെയാണ് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ആരും ഇത് പൂർണ്ണമായി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. മലയാളി വാർത്ത ഇൻസൈഡ്.